ഇപ്പൊ കുറച്ചായിട്ട് എല്ലാവർക്കും നീളം കൂടിയതിനോടാണ് താല്പര്യം. എന്നാ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ. ആദ്യം 1/2 കിലോ ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങിയെടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പിന്റെ അടുത്ത് കോൺഫ്ലോറും 1 ടീസ്പൂൺ ചതച്ച മുളകും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഒറിഗാനോയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ല പോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണൊക്കെ മാറ്റി കൈ വെച്ച് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ഓഡിയുടെ ഈക്കോ ബേക്ക് കുക്കിംഗ് പേപ്പർ ആണ്. ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ എണ്ണയില്ലാതെ തന്നെ കേക്ക്, കുക്കീസ്, ഇഡ്ഡലി ഇതൊക്കെ ഒട്ടിപ്പിടിക്കാതെ തയ്യാറാക്കാനും സാധിക്കും കേട്ടോ. പിന്നെ ഫുഡ് ഫ്രഷ് ആയിട്ടും ഹെൽത്തി ആയിട്ടും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഓഡിയുടെ യൂണി റാപ്പും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കി ഒരു ചപ്പാത്തി കോല് വെച്ച് നല്ലൊരു റെക്ടാങ്കിൾ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നേരിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട ഭാഗം ഒന്നങ്ങ് കളർ മാറി വരുന്ന സമയത്ത് മാത്രം ഒന്നങ്ങ് തിരിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ കോരി മാറ്റാം. ഇപ്പൊ എല്ലാവരും തന്നെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജാപ്പനീസ് ലോങ് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി. അടിപൊളിയാ. ഇനിയും വൈകിപ്പിക്കണ്ട കേട്ടോ.